കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഇതുപോലെയൊക്കെ കാണിക്കുമ്പോൾ പല രക്ഷിതാക്കളും പേടിക്കാറുണ്ട്. ഇത് ഫിറ്റ്സ് ആണോ, ഇത് കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കുമോ എന്നൊക്കെ. എന്നാൽ ഇതാണ് ഷഡറിംഗ് അറ്റാക്സ്. 6 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ സാധാരണയായി ഷഡറിംഗ് അറ്റാക്സ് കാണിക്കാറുണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെ വളർച്ചയോ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ഒന്നും ബാധിക്കുന്നില്ല. ഇതിനെ പേടിക്കേണ്ടതില്ല. അപ്പോഴെങ്ങനെയാണ് ഷഡറിംഗ് അറ്റാക്കും അപസ്മാരവും തിരിച്ചറിയുന്നത്? ഇത് വേർതിരിച്ചറിയാൻ 4 കാര്യങ്ങളാണുള്ളത്. ഷഡറിംഗ് അറ്റാക്സ് ആണെങ്കിൽ കുട്ടിക്ക് പൂർണ്ണ ബോധം ഉണ്ടാകും. അറ്റാക്ക് വരുമ്പോഴും അതിനുശേഷവും കുട്ടി വളരെ ആക്റ്റീവ് ആയിരിക്കുകയും സാധാരണ പോലെ കളിക്കുകയും ചെയ്യും. അപസ്മാരമാണെങ്കിൽ കുട്ടിക്ക് ബോധം ഉണ്ടാവില്ല. അപസ്മാരത്തിന് ശേഷം കുട്ടി ബോധരഹിതനായേക്കാം. കുഞ്ഞിന് ആശയക്കുഴപ്പവും ഉണ്ടായേക്കാം. ഷഡറിംഗ് അറ്റാക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഒരു ദിവസം ഇത് പലതവണ ആവർത്തിച്ചേക്കാം. അപസ്മാരമാണെങ്കിൽ ഇത് പലപ്പോഴും കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്നു. ഷഡറിംഗ് അറ്റാക്ക് സാധാരണയായി കുഞ്ഞുങ്ങൾക്ക് അമിതമായി ദേഷ്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അമിതമായി സന്തോഷമോ കരച്ചിലോ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള അറ്റാക്സ് കാണിക്കുക. ഉറക്കത്തിൽ ഷഡറിംഗ് അറ്റാക്സ് ഉണ്ടാവില്ല. എന്നാൽ ഫിറ്റ്സ് ആണെങ്കിൽ പ്രത്യേക മാനസിക വികാരങ്ങളുമായി ബന്ധമില്ല. കുഞ്ഞുങ്ങളിൽ പനി കൂടുമ്പോഴോ തലച്ചോറിലെ തകരാറുകൾ മൂലമോ ആണ് സാധാരണയായി ഫിറ്റ്സ് ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ പകർത്തി നിങ്ങളുടെ പീഡിയാട്രീഷ്യനെ കാണിക്കുന്നത് നല്ലതായിരിക്കും. ഇത് രക്ഷിതാക്കളുടെ സംശയങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും.